2025 ബീഹാർ തെരഞ്ഞെടുപ്പ്. കാലവും ദേശവും തിളയ്ക്കുകയാണ്. എഴുതിയ ചരിതം മാറ്റിയെഴുതി പുതിയ ചരിത്രം സൃഷ്ടിക്കാനായി കോൺഗ്രസ് നേതാക്കന്മാർ അക്ഷഹുണി പടയെ സജ്ജമാക്കുകയാണ്. കഴിഞ്ഞ ദിവസം കാഹളം മുഴക്കി കഴിഞ്ഞു കോൺഗ്രസും RJDയും ഉൾപ്പെടുന്ന മഹാഗഠബന്ധൻ. ദേശീയ സംസ്ഥാന തലത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഒറ്റക്കെട്ടായി നിന്നാണ് പ്രതിജ്ഞാപ്രാണൻ എന്ന പേരിൽ ന്യായ വാഗ്ദാനങ്ങൾ ബീഹാറിൽ പ്രഖ്യാപിച്ചത്. സർക്കാർ രൂപീകരിച്ച് 20 ദിവസത്തിനുള്ളിൽ സംസ്ഥാനത്തെ ഓരോ കുടുംബത്തിലെയും ഒരാൾക്ക് വീതം സർക്കാർ ജോലി നൽകുന്ന നിയമം പാസാക്കുമെന്നാണ് പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനം. മായി ബെഹൻമാൻ യോജന പ്രകാരം ഡിസംബർ 1 മുതൽ അടുത്ത 5 വർഷത്തേക്ക് സ്ത്രീകൾക്കുള്ള പ്രതിമാസം 2500 രൂപ ധനസഹായം ലഭ്യമാക്കുമെന്നുമാണ് ഇന്ത്യ സഖ്യം ഉറപ്പു നൽകുന്നത്. വഖഫ് ബിൽ നിർത്തിവെക്കുമെന്നും വഖഫ് സ്വത്തുക്കളുടെ നടത്തിപ്പുകൾ സുതാര്യമാക്കുമെന്നും പത്രികയിൽ എടുത്തു പറയുന്നു. രാജ്യത്താകമാനം വീശിയടിച്ച വോട്ട് ചോരിയുടെ ഒരു പ്രധാന മുന്നേറ്റം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ബീഹാർ ഗ്രാമത്തിലും നടത്തിയപ്പോൾ അതും തിരഞ്ഞെടുപ്പിന് അനുകൂലമായ കാറ്റ് വീശിയടിച്ചു. തേജസ്വി യാദവിന്റെ യുവത്വം ബീഹാറിന്റെ മണ്ണിലെ ഒരു പ്രധാന ഘടകമായ ജൻസിയുടെ സ്വാധീനം കൂടി പിടിച്ചു വാങ്ങി മുന്നേറുമ്പോൾ അത് ബീഹാറിന്റെ തരംഗമാവുകയാണ്. ഈ സർവേ ഒരിക്കലും സ്ഥായിയായ ഒരു നിഗമനം അല്ല എന്നിരിക്കലും എപ്പോൾ വേണമെങ്കിലും രാഷ്ട്രീയ ഗതിമാറ്റം സംഭവിക്കാൻ സാധ്യതയുള്ള ബീഹാറിൽ പക്ഷേ ഇപ്പോൾ കാറ്റ് മഹാഗഠബന്ധന് അനുകൂലമാണ്. ജാതീയമായ സ്വാധീനവും പിന്നാക്ക വിഭാഗ സ്വാധീനവും ജൻസി സ്വാധീനവും മുന്നണിയിലെ പാർട്ടികളുടെ സ്വാധീനവും ഒക്കെ മുൻനിർത്തിയാണ് ഈ സർവേ നടന്നിട്ടുള്ളത്. അവിടെ ഇപ്പോൾ 18നും 29നും ഇടയിലുള്ള ജൻസി വോട്ടുകൾ കൂട്ടത്തോടെ തേജസ്വിക്ക് അനുകൂലമാവുകയാണ്. 20 വർഷക്കാലമായി നിതീഷ് കുമാറിനെ മുൻനിർത്തി ഭരണം കൈയാളിയ BJPയുടെ നിയന്ത്രണം പുതിയ തലമുറ മടുത്തു കഴിഞ്ഞു. യുവതലമുറയെ മനസ്സിലാക്കിയുള്ള പ്രവർത്തനങ്ങൾ, യുവതയുടെ ഇച്ഛയ്ക്കനുസരിച്ച് വികസനം നീക്കം നടത്താൻ കഴിയുന്ന നേതാവാണ് തേജസ്വി എന്നത് ജൻസി മനസ്സിലാക്കിയതുകൊണ്ടാണ് പ്രായമതിക്രമിച്ച നിതീഷിനെ മാറ്റി നിർത്തുന്നതും തേജസ്വി യാദവിലേക്ക് ജനം ഒഴുകിയെത്തുന്നതും. സർവേ കണക്കുകൾ പ്രകാരം ശതമാനക്കണക്കിലെടുത്താൽ 51% ജൻസികൾ മഹാഗഠബന്ധൻ തേജസ്വിക്ക് അനുകൂലമായി എന്നതാണ് തെളിയുന്നത്. അതായത് മുകളിൽ സൂചിപ്പിച്ചതുപോലെ ഭരണമുരടിപ്പും പ്രായാധിക്യത്തിലുള്ള മെല്ലെപ്പോക്ക് നയവും ജൻസി മടുത്തു കഴിഞ്ഞു എന്ന് സാരം. അതുമാത്രമല്ല 41% ആളുകൾ തേജസ്വി യാദവ് ബീഹാറിൽ മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ നിതീഷ് കുമാറിന് പിന്തുണ കൊടുക്കുന്നവർ വെറും 16% മാത്രമാണ്. പ്രശാന്ത് കിഷോർ 14%, ചിരാഗ് പാസ്വാൻ 9%, ചൗധരി 5%, നിത്യാനന്ദ റോയ് 4%, മറ്റുള്ളവർ എല്ലാവരും കൂടി 3%, ഒന്നിലും പെടാത്ത അഭിപ്രായമേ രേഖപ്പെടുത്താത്ത ആളുകൾ 7% എന്നുള്ളതാണ് വെളിവാകുന്നത്. യാദവ ജാതിക്കോട്ടയിൽ നുഴഞ്ഞു കയറി ഒറ്റക്കക്ഷിയായി അധികാരത്തിലേറാൻ BJPയുടെ കാലങ്ങളായുള്ള ശ്രമങ്ങൾ അത്രയും നിലംപരിശാക്കുന്ന ആക്രമണങ്ങളാണ് ലാലു പ്രസാദ് യാദവും തേജസ്വി യാദവും ഇത്രയും നാളും കൈക്കൊണ്ടത്. ജാതി സമവാക്യങ്ങളിൽ ജയപരാജയങ്ങൾ നിർണയിക്കുന്ന ബീഹാറിൽ യദുവംശ പാരമ്പര്യമായ യാദവ് വംശത്തെ മഹാഗഠബന്ധൻ ഒഴികെ മറ്റെല്ലാ മുന്നണികളും പൂർണ്ണമായും തള്ളിയത് ബീഹാർ ജനസംഖ്യയിൽ 14% വരുന്ന യാദവ സമൂഹത്തിന് അത് എതിർപ്പ് വിളിച്ചു വരുത്തി. ഇതിനാൽ തന്നെ യാദവ കുലത്തിനെ കൂടുതൽ അടുപ്പിച്ചു നിർത്തിയും RJDയും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും അടക്കമുള്ളവർ. അതുകൊണ്ട് തന്നെയാണ് ഈ പാർട്ടികളൊക്കെ ചേർന്ന് നിൽക്കാൻ യാദവ സമൂഹം ആഗ്രഹിക്കുന്നതും. അതിനുള്ള മറുപടിയാണ് കഴിഞ്ഞ ദിവസം ബീഹാറിൽ സംഭവിച്ചത്. BJPയുടെ രാഷ്ട്രീയ ചാണക്യനായ അമിത്ഷായുടെ, BJPയുടെ ഭീഷ്മാചാര്യനായ സ്വയം നടിക്കുന്ന മോദിയുടെയും ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സംഭവിച്ചത്. BJPക്ക് ഒരിക്കലും തുടച്ചു നീക്കാൻ പറ്റാത്ത രീതിയിൽ നാണക്കേടിൽ കൊണ്ടെത്തിക്കുകയായിരുന്നു. ഇത് ബീഹാറിന്റെ രാഷ്ട്രീയ ഗതി മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് ഓർക്കണം. മോദിയുടെ ആദ്യ റാലി കർപ്പൂരി ഠാക്കൂറിന്റെ ജന്മനാടായ സമസ്തിപൂരിൽ നടക്കവെയാണ് മോദിയുടെ പ്രസംഗത്തിനിടയിൽ ആളുകൾ കൂട്ടത്തോടെ ഇറങ്ങിപ്പോയത്. ഈ വാർത്ത ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. NDAയിലെ വിമത പാർട്ടികളെ അനുനയിപ്പിക്കാനും BJPയുടെ തിരഞ്ഞെടുപ്പ് നയം വ്യക്തമാക്കാനുമായി സംഘടിപ്പിച്ച വൻ റാലിയിൽ സംസാരിക്കാൻ അമിത്ഷാ എത്തിയപ്പോഴാണ് റാലിയിൽ വേണ്ടത്ര ജനപങ്കാളിത്തമില്ലാത്ത അവസ്ഥ അദ്ദേഹം കണ്ടത്. ഇതിൽ നിന്നൊക്കെ
വളരെ കൃത്യമായ ഒരു ചിത്രമാണ് ബീഹാറിൽ തെളിഞ്ഞു വരുന്നത്. എന്താണത്? നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ കടൽക്കിഴവന്മാരെ തിരിച്ചറിഞ്ഞ യുവത പുതിയ രാജ്യത്തെ സ്വപ്നം കാണുകയാണ്. പ്രതീക്ഷാ നിർഭരമായ ഒരു നാളെ, ഡിജിറ്റൽ വികസന പന്താവിൽ പ്രതീക്ഷകളുടെ ഒരു പുതുയുഗത്തെ കാത്തിരിക്കുന്ന ജൻസിയുടെ സ്വപ്ന സാക്ഷാത്കാരം പൂർത്തീകരിക്കാൻ തേജസ്വിയുടെ വരവോടെ സാധ്യമാകുമെന്നതാണ് അവർ പറയുന്നത്. ബീഹാറിൽ അങ്ങനെ സംഭവിക്കുമ്പോൾ അത് രാജ്യത്തിന്റെ വിരുമാറിൽ മറ്റൊരു സമ്പൂർണ്ണ മാറ്റത്തിന്റെ മുന്നേറ്റത്തിനായി കാഹളം മുഴങ്ങുന്നത് കേൾക്കാം. അതെ, ചാണക്യപുരയിലെ അഹന്തയ്ക്ക് അന്ത്യം കുറിക്കാൻ, നന്മയെ തിരികെ പിടിക്കാൻ ഒരുപക്ഷെ തിന്മ കൊണ്ട് തന്നെ തിന്മയെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കേണ്ടി വന്നാലും അത് നീതി ധർമ്മം സംജാതമാക്കാനാണ് എന്നതിനാൽ തെറ്റാവില്ല. രാജ്യം തകർന്നടിഞ്ഞ് പാതാളത്തോളം എത്തിക്കഴിഞ്ഞു. ഒരു ഉണർവിനുള്ള അവസാന നിശ്വാസം മാത്രം ബാക്കി നിൽക്കുന്നിടത്ത് നിന്നാണ് ജീവവായു ഊതിക്കൊടുത്തുകൊണ്ട് കോൺഗ്രസ് രാജ്യത്തെ വീണ്ടെടുക്കാൻ കിണഞ്ഞ് ശ്രമിക്കുന്നത്. 40-ലധികം വരുന്ന മുൻനിര പോരാളികൾ ബീഹാർ മണ്ണിനെ ലക്ഷ്യം വെച്ച് നീങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം അവർ തൊടുത്തുവിടുന്ന അസ്ത്രപ്രഹരം താങ്ങാനാവാതെ മോദി പിഴയുമ്പോൾ അത് രാജ്യത്തിന്റെ പ്രാണൻ വീണ്ടെടുക്കാൻ കോൺഗ്രസിന്റെ നിയോഗമാവുകയാണ്. ഇന്ന് ബീഹാറിൽ രാഹുൽ ഗാന്ധി തീക്കാറ്റായും പ്രളയ കൊടുങ്കാറ്റായും പ്രഹരശേഷിയോടെ മോദിക്ക് നേരെ നീതി പുലർത്താൻ ആക്രോശിക്കുമ്പോൾ മോദിക്ക് ശരിക്കും കാലിനടിയിലെ മണ്ണ് കുത്തിയൊലിച്ചു പോകുന്ന അവസ്ഥയാണ്. അതെ, അത് സംഭവിക്കുക തന്നെ ചെയ്യും. തകർന്ന തരിപ്പണമായി രാജ്യത്തിന്റെ ഹിമസാനുക്കളിൽ ജലാനരയുമായി മോദി ചെയ്തു കൂട്ടിയ പാപപങ്കിലമായ കാലത്തെ ശപിച്ചുകൊണ്ട് മോക്ഷപ്രാപ്തിക്കായി അലയുന്നത് കാണാം നമുക്ക്. കല്ലേറും ശാപപഴികളും ഏറ്റ് മോക്ഷം കിട്ടാതെ അലയാതിരിക്കാൻ സാഷ്ടാംഗം രാജ്യത്തോട് ക്ഷമ ചോദിക്കാൻ സമയമുണ്ട് മോദിക്കും അമിത്ഷായ്ക്കും. ദയാവായ്പോടെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഒരുപക്ഷേ ജനരോക്ഷത്തിൽ നിന്നും നിങ്ങളെ സംരക്ഷിച്ചു നിർത്തും. കാരണം രാഹുൽ അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരിക്കും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനബിൾ ചെയ്യാനും മറക്കരുത്.